സർ, ഇത് റെസിസ്റ്റൻസ് ഫ്രണ്ട്, അതായത് ISIയുടെ ഒരു പ്രോക്സിയാണ് ഈ കാശ്മീരിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ആ പേര് കേട്ടിട്ടില്ലല്ലോ. സത്യത്തിൽ നമ്മൾ ഈ RTFനെ പറ്റി മുമ്പ് കശ്മീർ ഈ ചില മേഖലകളിലെ കശ്മീർ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് ഈ RTFനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ളതാണ് TRF എന്നുള്ള പേരിൽ. ഇത് ശരിക്കും ലഷ്കർ-ഇ-തയ്ബയുടെ ഹാഫിസ് സയ്യിദിൻ്റെ ഒരു നിഴൽ ഗ്രൂപ്പ് ആണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. 2023 ജനുവരിയിൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ TRFനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ വാർത്തകളിലൊക്കെ വന്നിരുന്നതാണിത്. UAPAക്ക് കീഴിലാണ് ഇതിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭീകരത വളർത്തുന്നു, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ട് നമ്മുടെ അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഇതിനെപ്പറ്റി. അതിൻ്റെ ചുരുക്കം ഭീകരത വളർത്തുന്നു, യുവാക്കളെ ഭീകരതയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു, അതിനുശേഷം അവരെ നുഴഞ്ഞുകയറ്റത്തിനായി കശ്മീരിലേക്ക് വിടുന്നു, ആയുധം കടത്തുന്നു പാകിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുന്നു, കശ്മീരിലെ പത്രപ്രവർത്തകർക്ക് ഭീഷണി ഉയർത്തുന്നു. പത്രപ്രവർത്തകർ ഇവരെ പറ്റിയൊക്കെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റുകാരാണ്, നിങ്ങളെ തട്ടിക്കളയും എന്ന് പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തിയിട്ട് പല പത്രപ്രവർത്തകരും പത്രപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുമുണ്ട് കശ്മീരിൽ TRF. അപ്പോൾ അങ്ങനെ TRFനെ പറ്റി ഇന്ത്യക്ക് നന്നായി അറിയാവുന്നതാണ്. 2019 നിലവിൽ വരുന്നത് TRF എന്നുള്ള പേരിൽ. ലഷ്കർ-ഇ-തയ്ബയുടെ തന്നെ ഒരു നിഴൽ സംഘടന. ഓൺലൈൻ വഴിയുള്ള പ്രചാരണങ്ങൾ ആ സമയത്ത് നടത്തുന്നുണ്ടായിരുന്നു, പ്രോപ്പഗൻഡ. ഈ സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഓൺലൈൻ വഴി. പാകിസ്ഥാൻ ലഷ്കർ-ഇ-തയ്ബയ്ക്ക് കൊടുത്ത പുതിയ പേരാണ് TRF എന്ന് പറയുന്നുണ്ട്, ഈ ISI. നിങ്ങളിനി ഈ ലഷ്കർ-ഇ-തയ്ബ എന്ന് പറഞ്ഞ് നടക്കണ്ട. ലഷ്കർ-ഇ-തയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ അത് മതപരമായ പേരുകളാണ്. കേട്ട് കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാവുമല്ലോ ഇസ്ലാമിക പേരുകളാണെന്ന്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. അതുകൊണ്ട് പേര് മാറ്റ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ പട്ടാളം പറഞ്ഞ് LETക്ക് പേര് മാറ്റിച്ചതാണ് TRF എന്നാണ് നമ്മുടെ വിവരം. ലഷ്കറും ഈ ജയ്ഷും അങ്ങനെ പല പേരുകളിലേക്ക് മാറുന്നു. കശ്മീർ ഭീകരത പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്നതല്ല, അവിടെ നാട്ടിൽ നിന്ന്, സ്വന്തം മണ്ണിൽ നിന്ന്, കശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ പൊടിച്ചു വരുന്നതാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ള പേരിൽ ഈ പഹൽഗാം പോലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും ഇന്തിഫാദ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇതൊരു ജനകീയ പ്രസ്ഥാനമാണെന്ന് തോന്നുന്നു. ഇത് ഷെയ്ഖ് സജ്ജാദ് ഗുൽ ആണ് ഇതിൻ്റെ കമാൻഡർമാരിൽ ഒരാൾ. UAPA 4th ഷെഡ്യൂൾ പ്രകാരം അയാളെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി കേസുകൾ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെതിരെ ഉണ്ട് കശ്മീരിൽ. അതിൻ്റെ നമ്മുടെ ഈ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നത്, പൗരന്മാരെ വെടിവെച്ച് കൊന്നത്, ഇത് സംബന്ധിച്ച കേസുകളൊക്കെ TRFനെതിരെ ഉണ്ട്. പിന്നെ ഈ സജ്ജാദ് ഗുല്ലിനെ പോലുള്ള ആളുകളാണ് ഇത് ഏകോപിപ്പിക്കുന്നത് എന്നാണ് കശ്മീരിൽ ഏകോപിപ്പിക്കുന്നത്. പത്രപ്രവർത്തകർ പലരും ഈ TRFൻ്റെ ഭീഷണി കാരണം രാജിവെച്ചിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 370 വകുപ്പ് പിൻവലിച്ചതിന് ശേഷം ഒരു ഓൺലൈൻ പ്രസ്ഥാനമായിട്ടാണ് ഇത് തുടക്കത്തിൽ വന്നത്. TRF 2019 ഓഗസ്റ്റിൽ കറാച്ചിയിൽ നിന്ന് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 6 മാസം കഴിഞ്ഞ് ഓൺലൈനിൽ നിന്ന് ഇത് കരയിലേക്ക് വന്നു. TRF പല സംഘടനകളുടെ ഒരു കൂട്ടമായിട്ട് മാറി. ലഷ്കർ-ഇ-തയ്ബ മാത്രമല്ല, വേറെ ചിലതും ഇതിൽ വന്നു, ചെറുകിട സംഘടനകൾ. അതിൽപ്പെട്ടതാണ് തെഹ്രീക്ക് മില്ലത്ത് ഇസ്ലാമിയ, ഒരെണ്ണം തെഹ്രീക്ക് മില്ലത്ത് ഇസ്ലാമിയ. 2 ഗസ്നാവി ഹിന്ദ്.
LETക്ക് പുറമെ ആ 2 സംഘടനകളും കൂടി ഇതിൽ ലയിച്ചു ചേർന്നു. അങ്ങനെയാണ് TRF ഉണ്ടാകുന്നത്. അപ്പോൾ ഈ TRF ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF ഇതിനെ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല എന്നും ഇവർക്ക് തോന്നിയിരുന്നു. ഫണ്ടിങ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫണ്ടിങ് ഒന്നും ഇന്ത്യൻ ഇൻ്റലിജൻസ് ശ്രദ്ധിക്കില്ല എന്നൊരു തോന്നലും അവർക്കുണ്ടായിരുന്നു. 2020 മുതൽ പല ആക്രമണങ്ങൾക്കും ഉത്തരവാദിത്തമേറ്റ് തുടങ്ങി TRF. ഇപ്പോൾ ഉത്തരവാദിത്തമേറ്റല്ലോ പഹൽഗാമിൻ്റെ. അതുപോലെ 2020 തന്നെ ഉത്തരവാദിത്തമേറ്റ് തുടങ്ങി. സാധാരണഗതിയിൽ ലഷ്കർ എ തൈബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദ്ദീനും ഒരാക്രമണത്തിനും ഉത്തരവാദിത്തം ഏൽക്കാറില്ല. ആ സംഘടനകളാവുമ്പോൾ ഏൽക്കില്ല. TRF ആവുമ്പോൾ ഏൽക്കുന്നുണ്ട്. സോപ്പോറിൽ, കശ്മീരിലെ സോപ്പോറിൽ പോലീസ് ഒരു മൊഡ്യൂൾ, TRFൻ്റെ ഒരു മൊഡ്യൂൾ തകർത്തതോടുകൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരസ്യമായത്. കുപ്വാരയിലും അങ്ങനെ TRFൻ്റെ ഒരു മൊഡ്യൂളിനെ തകർത്തു. LOCക്കടുത്ത്, നിയന്ത്രണ രേഖയ്ക്കടുത്ത് ആയുധം ഈ TRF ഡംപ് ചെയ്തതായി, കുറെ ഉപേക്ഷിച്ചു പോയതായിട്ട് ഒരിക്കൽ കണ്ടിരുന്നു. കരാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നിയന്ത്രണ രേഖയ്ക്കടുത്ത്. 2022 കശ്മീരിൽ ഏറ്റവും കൂടുതൽ ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ അത് TRFൻ്റെ ഭീകരരായിരുന്നു 2022. അപ്പോൾ ആ കാലം മുതൽ കശ്മീരിൽ ഭീകരരെ നമ്മുടെ പട്ടാളമൊക്കെ കൊല്ലുമ്പോൾ ഇത് TRFൻ്റെ തന്നെ ആളുകളാണത്. 2023 മാർച്ചിൽ രാജ്യസഭയിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് മറുപടി പറയുമ്പോൾ TRFനെ പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ 54 ഭീകരർ കൊല്ലപ്പെട്ടു കശ്മീരിൽ. അതിൻ്റെ 44 മറ്റേ സന്ദേശങ്ങൾ കണ്ടെടുത്തു എന്നൊക്കെ നിത്യാനന്ദ റായ് രാജ്യസഭയിൽ പറഞ്ഞിരുന്നു എന്നും വിവരമുണ്ട്. അപ്പോൾ TRF കശ്മീരിൽ ആക്റ്റീവ് ആണെന്നുള്ള കാര്യം നമ്മുടെ ആഭ്യന്തര വകുപ്പിന് നന്നായിട്ട് അറിയാം. സാർ, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് ആൾക്കാർ സായുധ പരിശീലനം കിട്ടിയവർ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കാശ്മീർ ഭാഗത്തേക്ക് നുഴഞ്ഞു കയറി. എന്നിട്ട് അവർ വനാന്തർ ഭാഗത്തേക്ക് ഒളിച്ചിരിക്കുന്നു. നമ്മളത് ചർച്ച ചെയ്തു. കത്തുവ. അപ്പൊ അത്തരത്തിൽ വന്ന ആളുകൾ അവിടെ ഒളിച്ചിരുന്നിട്ട് തദ്ദേശീയരായ ചിലരുടെ സഹായത്തോടെ ആക്രമിച്ചതാണോ, അതോ ഇത് പുതുതായിട്ട് വന്നു കയറിയതാകാമോ? എന്തായിരിക്കും സാധ്യത വരിക? ഈ ആക്രമണക്കാര് 6 പേരാണല്ലോ. അതെ. അതിൽ സൈനിക വേഷം ധരിച്ചവരുണ്ട്, സൈനിക വേഷം ധരിക്കാത്തവരും ഉണ്ട്. അപ്പോൾ ഇതില് പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്. മറ്റേ സൈഫുള്ള പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്. പക്ഷെ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരും ഈ കൂട്ടത്തിലുണ്ട്. അത് വളരെ വ്യക്തമാണ്. കാരണം സൈഫുള്ള റിക്രൂട്ട് ചെയ്തതായിട്ട് നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നതാണല്ലോ ഇതിലേക്ക്. അങ്ങനെ റിക്രൂട്ട് ചെയ്തവരും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ പീർ പഞ്ചൽ പർവ്വത മേഖലയാണല്ലോ ഇത്, അനന്ത്നാഗ്. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇനി ഈ ഭീകരരെ തുരത്തേണ്ട ഒരു മേഖലയാണിത്, ഈ കത്വയും ഈ ഭാഗവും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ധാരാളം ഗുഹകൾ, പൊത്തുകൾ, അല്ലേ, പൊത്തുകൾ എന്ന് പറയാം, വനം, മല. ഈ നമ്മുടെ സൈനികർക്ക് കടന്നു പോകാൻ, വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റില്ല. ട്രക്കിങ് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഈ പഹൽഗാമിൽ ഈ കുതിരപ്പുറത്തോ ട്രക്കിങ്ങിലോ നടന്നോ ഒക്കെ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം മലമുകളിലെ പുൽമേടാണത്, മലമുകളിലെ പുൽമേടാണ്. അപ്പം അങ്ങോട്ട് മുകളിലേക്ക് കയറി ചെല്ലേണ്ട, അതുകൊണ്ട് അവിടെ നുഴഞ്ഞു കയറാൻ എളുപ്പമാണെന്ന് മുമ്പ് നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. പിന്നെ കത്വയിലാണ് ഈ ലോക്കൽസിന് 30 കൊല്ലമായിട്ട് തന്നെ അവിടെ ഒരു ഭീകരൻ കഴിയുന്നുണ്ട്. ലോക്കൽ സപ്പോർട്ട് വല്ലാതെ അയാൾക്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കത്വ അങ്ങനെ ലോക്കൽ സപ്പോർട്ടുള്ള ഭീകരരുടെ ഒരു ഏരിയ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം, ഈ പീർപ്പഞ്ചൽ മല മേഖല, പർവ്വത മേഖല എന്നൊക്കെ പറയാവുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ ടെറൈൻ, വനങ്ങൾ ധാരാളമുണ്ട്, വനപാതകൾ
ഉണ്ട് പൊത്തുകൾ ഒളിച്ചിരിക്കാവുന്ന. അങ്ങനെ ഒളിച്ചിരുന്ന ആളുകളാണ് ഈ 6 പേര്. ഈ ടൂറിസ്റ്റുകൾ അപ്പുറത്ത് നിന്ന് മാറി പല സ്ഥലത്തായിട്ട് ഒളിച്ചു നിന്ന ആളുകൾ പെട്ടെന്ന് വരികയാണ് ചെയ്തത്. അവർ കുറച്ചു കാലം മുമ്പേ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 2 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ പണി തുടങ്ങി എന്നുള്ളത്. അതെ, ചുരുക്കം പറഞ്ഞാൽ ഈ തെഹ്രീക്കെ താലിബാൻ ആണ് എങ്കിൽ അവരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് തീർക്കാനായിരിക്കും നമ്മുടെ ഒരു പ്ലാൻ അല്ലേ? ഈ ഭീകർ ലഷ്കർ എ തയ്ബ. ലഷ്കർ എ തയ്ബ അതന്നെ. ലഷ്കർ എ തയ്ബയാണ്. അതെ, ലഷ്കർ എ തയ്ബയുടെ ഇപ്പൊ 4 പേരുടെ ചിത്രങ്ങളോളം ഇപ്പം പുറത്തു വിട്ടു എന്നുള്ള സൂചനകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ ആദ്യത്തെ ചിത്രം ഭീകരന്റെ വന്നിരിക്കുന്നത് സൈനിക വേഷത്തിലല്ലാത്ത ഒരാളുടെ ചിത്രം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായിരിക്കും നടപ്പാക്കുക ഇപ്പം തൽക്കാലം പുറത്തു പറയാതുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും മറുപടി അല്ലേ? നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് വേറൊരു ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.